ഹായ്, നിങ്ങൾ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രിയ അധ്യാപകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. കാർത്തിക് സാർ, വെൽക്കം ടു എൻട്രി. ഇദ്ദേഹമാണ് കാർത്തിക് സജീവ്. നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് PSC പ്ലസ് UPSC അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. അപ്പം UPSC മുഖമായി എൻ്റെ കൂടെ ഇനി കാർത്തിക് സാറും ഉണ്ടാവും. ഇദ്ദേഹം കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയിലെ അധ്യാപകനായിരുന്നു. അതിലുപരി KS മെയിൻസ്, UPSC മെയിൻസ് മുതലായ പരീക്ഷകൾ എഴുതിയ വ്യക്തിയാണ്. വളരെ കാലമായിട്ട് അധ്യാപന രംഗത്തുള്ളൊരു വ്യക്തി കൂടിയാണ്. നമുക്ക് കാർത്തിക് സാറിനെ കൂടുതലായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ PSC പ്ലസ് UPSC അപ്രോച്ചാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളെ ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈമിൽ നമ്മുടെ UPSC മുഖമായിട്ട് എൻട്രിയിലേക്ക് വരുമ്പോൾ സാറിന് എന്താണ് ഇപ്പോൾ തുടക്കത്തിൽ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്? ആദ്യം തന്നെ വളരെയധികം സന്തോഷം. PSC വളരെയധികം മാറ്റങ്ങൾ KS പരീക്ഷയ്ക്ക് ശേഷം കൊണ്ടുവന്നൊരു കാലഘട്ടത്തിൽ UPSC ലെവലിലുള്ള ഒരു അനലിറ്റിക്കൽ സ്കില്ല് PSC പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ ഇന്ന് ആവശ്യമാണ്. PSCയുടെ തനതായ സബ്ജക്റ്റിനോടൊപ്പം UPSC പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു അനാലിസിസിലൂടെ നമുക്ക് തീർച്ചയായും PSC ഇനി വരുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷകളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ തന്നെ ലാസ്റ്റ് LSTDൻ്റെ ഒരു പ്രിലിംസോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പേപ്പർ അവിടെ നിൽക്കട്ടെ, പേപ്പർ 1 എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 40 to 50% ക്വസ്റ്റ്യൻസ് ഒരു PSCയുടെ ഒരു ട്രഡീഷണൽ രീതിയിലും ഒരു 40 to 50 ഒരു UPSC മാതൃകയിലാണ് വരുന്നത്. അപ്പം ഇതിവിടെ ശരിക്കും രണ്ടും ചേർന്നൊരു അപ്രോച്ച് അല്ലേ വേണ്ടത്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UPSCയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ള ചില സബ്ജക്റ്റുകളുണ്ട്. ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി പോലെയുള്ള. ഇവിടെ PSCയിലേക്ക് വരുമ്പം നമുക്ക് ഹിസ്റ്ററി തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏൻഷ്യൻറ്റും മെഡീവലും ഒന്നും മെയിൻസിന് ആവശ്യമില്ലായിരുന്നു. അപ്പം അല്ലാതെ നമ്മുടെ മോഡേൺ ഹിസ്റ്ററി മതി. അപ്പം ചില സബ്ജക്റ്റുകൾ നമുക്ക് പ്രിലിംസിനും UPSC പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും അല്ലെങ്കിൽ PSCക്ക് ആണെങ്കിലും ഓവർലാപ്പിംഗ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ അടുത്തിടയ്ക്കായിട്ട് നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷകൾ നമ്മൾ സശ്രദ്ധം വീക്ഷിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ കേരള ബേസ്ഡ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ പോലും അനലിറ്റിക്കലായിട്ട് UPSC ലെവലിലുള്ളൊരു അനാലിസിസ് വേണ്ടുന്ന രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ശരിക്കും ഐഡിയലി പറയുകയാണെങ്കിൽ നമ്മൾ കേരള ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേരള PSC മുന്നോട്ട് വയ്ക്കുന്ന സിലബസ് ഒരു UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ അനാലിസിസ് നടത്തി പഠിക്കുകയാണ് വേണ്ടുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ കറണ്ട് അഫെയർസ് തന്നെ ആനുകാലികം തന്നെ എടുക്കുകയാണെങ്കിൽ UPSCക്ക് ആണെങ്കിലും നമുക്ക് ചോദിക്കുന്ന ഒരു ഫാക്ച്വലായിട്ട് മുമ്പ് KS പരീക്ഷയ്ക്ക് മുൻപ് വരെ PSC ചോദിച്ചുകൊണ്ടിരുന്നത് പക്ക ഫാക്ച്വലായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ നമുക്ക് പിന്നീട് അനലിറ്റിക്കൽ ലെവലിൽ ഇപ്പോൾ പ്രസിഡന്റ് പുതുതായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിനുശേഷം ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള അനലിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷന് ശേഷം എങ്ങനെ നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലേക്കും മെമ്പേഴ്സിനെ എടുക്കുന്നു, അപ്പോൾ അത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ജസ്റ്റ് ഫാക്ച്വൽ നോളജിനപ്പുറം നമ്മൾ സബ്ജക്റ്റിൽ ഡെപ്തിൽ പഠിക്കേണ്ട ഒരു ആവശ്യകത ഇപ്പോഴത്തെ പരീക്ഷ ഡിമാൻഡ് ചെയ്യുന്നു. അതെ, ഒരു ചോദ്യം തന്നെ ഇപ്പോൾ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ ആനുകാലിക പ്രാധാന്യമുള്ളതായിരിക്കും. ആ രീതിയിൽ സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഡിസംബർ അവസാനത്തോടു കൂടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമുക്ക് വരുത്തേണ്ടി വരിക, എന്തൊക്കെയാണ് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് സാറൊന്ന് പറഞ്ഞു കൊടുക്കാമോ? തീർച്ചയായിട്ടും ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, ഇപ്പം ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി പോലുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഡെപ്തിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ കറണ്ട് അഫെയർസിനും വളരെയധികം പ്രാധാന്യം നൽകേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കറണ്ട് അഫെയർസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസിന് ഒരുപാട് സംശയങ്ങളുണ്ട്. ഏത് മാസം വരെയുള്ള കറണ്ട് അഫെയർസ് പഠിക്കണം, എത്ര നാൾ മുന്നത്തെ കറണ്ട് അഫെയർസ് പഠിക്കണം. അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പഠനം, നമ്മുടെ ഒരു കഴിവിൻ്റെ അനുസരിച്ച് നമ്മൾ പരീക്ഷയുടെ ഡിമാൻഡ് അനുസരിച്ച് വ്യക്തമായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പഠിക്കാൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ട്രാറ്റജി ലെവലിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ 25-ൽ പരം ചോദ്യ പാറ്റേണുകൾ ആ രീതിയിലാണ് PSC ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ KS വന്ന സമയത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇനി പുതിയൊരു വിഭാഗം കൂടെ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള പരീക്ഷകളിൽ ആ ഒരു മാറ്റം പ്രതിഫലിക്കുന്നുള്ള കാര്യമൊക്കെ നമ്മൾ വളരെ മുൻകൂട്ടി തന്നെ എൻട്രിയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ചോദ്യ പാറ്റേണുകൾ നേരിടാൻ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ ലോജിക്കൽ കറക്കിക്കുത്ത്, പിന്നെ എന്താണ് ചോദ്യ മാതൃകകൾ അങ്ങനെ ഉണ്ടാക്കി ശീലിക്കുക, നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിലുപരിയായിട്ട് എന്തൊക്കെയാണ് സാറിന് പറഞ്ഞു കൊടുക്കാനുണ്ടാവുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PSC ലെവലിൽ ഇന്ന് കോമ്പറ്റീഷൻ അതിശക്തമായതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ ഇടുന്നതിലും ഒരു തലമുറ കൈമാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വർഷം നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ചോദിക്കുന്ന പരീക്ഷയുടെ പാറ്റേൺ നല്ല രീതിയിൽ ഇവോൾവ് ആവുന്നുണ്ട്. PSCയും ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം സംഭവിക്കുന്നുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ചോദ്യം ഇടുന്ന ആളുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു
അദ്ദേഹത്തിന്റെ ഒരു മനസ്സിന്റെ സഞ്ചാരത്തിലൂടെ ഒരു നമ്മള് ഉദ്യോഗാർത്ഥിയും കടന്നു പോകും. നമ്മളൊക്കെ ചോദ്യകർത്താക്കളാവുക അതെ എന്നുള്ളതാണ്. അതെ അതെ, ആ ലെവലിൽ ചിന്തിച്ചാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള പരീക്ഷയ്ക്ക് അതിനോടൊപ്പം നമുക്ക് നമ്മുടെ ഒരു സ്ട്രെങ്ത്തും നമ്മുടെ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റും നമ്മൾ വ്യക്തമായിട്ട് അനാലിസിസ് നടത്തണം. അവിടെ ഏതാണ് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ, സിലബസ് അനുസരിച്ച് കൂടുതൽ സ്കോറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകി പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, അത്തരത്തിൽ കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്ത രീതിയിലുള്ള എന്നാൽ എക്സാമിന്റെ ഡിമാൻഡിനനുസരിച്ചുള്ള ഒരു പഠനമാണ് ഇനി അങ്ങോട്ട് ആവശ്യം. ഒരു UPSC ആസ്പിരന്റ് എന്നുള്ള രീതിയിൽ മുൻകാലങ്ങളിൽ ഇദ്ദേഹം ആർജിച്ചെടുത്തിട്ടുള്ള ജ്ഞാനവും അതേപോലെ തന്നെ ഒരു PSC UPSC അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും ഒക്കെ എൻട്രിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി ഗുണകരമായി മാറാൻ പോവുകയാണ്. അപ്പോൾ എൻട്രിയുടെ PSC മുഖമായി ഞാനും UPSC മുഖമായി കാർത്തിക് സാറും ഞങ്ങൾ തോളോട് തോൾ ചേർന്നുകൊണ്ട് മുന്നോട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ സെറ്റല്ലേ? സെറ്റ്.